ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് പഠിക്കാം. ലോഗോസ് ക്വിസിന് വേണ്ട എല്ലാ ഒട്ടുമിക്ക തിരുവചന ഭാഗങ്ങളും ഞാനിങ്ങനെ ഓരോ അധ്യായം വീതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂത്തിൻ്റെ പുസ്തകം മാത്രമേ കയറ്റാനുള്ളൂ, അതുകൂടി ഓൾറെഡി അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം ഒരു അധ്യായം വെച്ച് കേട്ട് വായിച്ച് ധ്യാനിച്ച് പഠിക്കുമല്ലോ. സഭാപ്രസംഗകൻ്റെ പുസ്തകം അധ്യായം 6. സൂര്യന് കീഴെ മനുഷ്യർക്കു ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കുവാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്ര വേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് സ്വസ്ഥതയുണ്ട്. അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്കും മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലിയുമാണ്. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തിനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യനെ ഇതിലെന്ത് മേന്മ? നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? സൂര്യന് കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും? ദൈവത്തിന് സ്തുതി. 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ആകെ 12 തിരുവചന ഭാഗങ്ങളെ 6-ാം അധ്യായത്തിൽ ഉള്ളൂ എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. ഓക്കെ, 6-ാം അധ്യായം 1 മുതൽ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം. സൂര്യന് കീഴെ മനുഷ്യർക്കു ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. 2-ാം തിരുവചനം. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. 6-ാം അധ്യായം 2-ാം തിരുവചനത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ 12:20 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ലൂക്കാ 12:20 തിരുവചനം ഇപ്പം ഇവിടെ നോക്കിക്കേ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഈ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ ഈ തിരുവചന ഭാഗമാണ് യേശു ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. 2-ാം വചനം ഒരിക്കൽ കൂടി കേൾക്കാം. സഭാപ്രസംഗകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കുവാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. 3-ാം തിരുവചനം. ഈ ലൂക്കാസ് സുവിശേഷകൻ്റെ പുസ്തകം 12-ാം അധ്യായം 20-ാം വാക്യവും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം, അതായത് മൂഢനാണെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്താത്ത ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്ത് അനുഭവിക്കാതെ അന്യർക്ക് വിട്ടിട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3-ാം തിരുവചനം. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്നോ ഞാൻ പറയും.
4-ാം തിരുവചനം, കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. 5-ാം തിരുവചനം, അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല, എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് സ്വസ്ഥതയുണ്ട്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപ്പിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. അതിന് പറയപ്പെടുന്ന കാരണം എന്താ? 4-ാം തിരുവചനത്തിൽ പറയണോ, അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല, എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് സ്വസ്ഥതയുണ്ട്. ഇനി 6-ാം തിരുവചനം, അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. 7-ാം തിരുവചനം, ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? 8-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? 9-ാം തിരുവചനം, കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലിയുമാണ്. 10-ാം തിരുവചനം, ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. 10-ാം തിരുവചനത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-10. 11-ാം തിരുവചനം, വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ, മനുഷ്യന് ഇതിൽ എന്ത് മേന്മ? വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ, മനുഷ്യന് ഇതിൽ എന്തു മേന്മ? 12-ാം തിരുവചനം, നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? സൂര്യന് കീഴേ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും? 6-ാം അധ്യായം 12-ാം വാക്യത്തെക്കുറിച്ച് 1 ദിനവൃത്താന്തി 29:15 ജോബ് 14:1 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തുതി. ഈ തിരുവചന ഭാഗം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുമല്ലോ. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് 100 മാർക്ക് മേടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വചനത്തിൽ ആഴപ്പെടുവാൻ, വചനം നമ്മിൽ ദംസം ധരിക്കുവാൻ, വചനം നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.